പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം എന്ന കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ആടുജീവിതം. ബെന്യാമിന്റെ വിഖ്യാത നോവൽ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ നിറയ്ക്കുമ്പോൾ ചിത്രത്തെക്കുറിച്ച് തനിക്കുള്ള അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പൃഥ്വിയുടെ സഹോദരനും നടനുമായ ഇന്ദ്രജിത്ത്. ചിത്രത്തിൽ പൃഥ്വിരാജിനെ താൻ കണ്ടതേയില്ലെന്ന് പറയുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ദ്രജിത്തിന്റെ കുറിപ്പ്. ആടുജീവിതം സ്നേഹത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയുമൊക്കെ ഫലം. എഴുതപ്പെട്ട ഒരു ക്ലാസിക് ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുന്നത് എളുപ്പമുള്ള പണിയല്ല. ബ്ലസ്സി, പുസ്തകങ്ങളോടും സിനിമയോടുമുള്ള നിങ്ങളുടെ അവസാനമില്ലാത്ത സ്നേഹമാണ് ഇത് സാധ്യമാക്കിയത്. സ്വന്തം കിരീടത്തിലേക്ക് ഏറ്റവും തിളക്കമുള്ള ഒരു തൂവൽ കൂടി നിങ്ങൾ ചേർത്തിരിക്കുന്നു. ബെന്യാമിൻ പുസ്തകം വായിച്ചതിനു ശേഷം അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. നിങ്ങളില്ലായിരുന്നെങ്കിൽ നജീബിന്റെ ജീവിതം ഒരുപക്ഷെ ലോകം അറിയുമായിരുന്നില്ല. നിങ്ങളുടെ തൂലികയിലൂടെ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി, ഇന്ദ്രജിത്ത് കുറിക്കുന്നു. ഇനി രാജുവിനോട്, നിന്നെക്കുറിച്ച് എന്തെഴുതണമെന്ന് എനിക്കറിയില്ല. ആ താരത്തിളക്കത്തിനപ്പുറത്ത് സ്വതന്ത്രമായും ഉയരത്തിലും പറക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നടൻ നിന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നത് എനിക്കറിയാമായിരുന്നു. അതിനുള്ള അവസരം പക്ഷെ എപ്പോഴും കിട്ടില്ല. അത്തരമൊന്ന് നിനക്ക് കിട്ടി. നീയത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ആ കഥാപാത്രത്തിലേക്ക് നീ ആഴ്ന്നിറങ്ങി. നജീബിൽ നിന്നെ കണ്ടതേയില്ല, പകരം നിന്നിലെ നടനെയാണ് കണ്ടത്. നജീബിനെ നീ ഉള്ളിലേക്ക് എടുത്ത രീതി ഇഷ്ടപ്പെട്ടു. ശബ്ദത്തിന്റെ ഉപയോഗവും വികാരങ്ങളുടെ സൂക്ഷ്മമായ പ്രകടനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അതിനായി നീ കടന്നുപോയ ദുർഘടങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. സ്ക്രീനിൽ നജീബായി മാറിയതിന് അഭിനന്ദനങ്ങൾ. റസൂൽ പൂക്കുറ്റി, AR റഹ്മാൻ, സുനിൽ KS, പ്രശാന്ത് മാധവ്, രഞ്ജിത്ത് അമ്പാടി, അങ്ങനെ ഓരോ മേഖലയിലും മികച്ച വർക്കാണ് ആടുജീവിതം. മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ, ഇന്ദ്രജിത്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതേസമയം ആടുജീവിതം മലയാളത്തിന്റെ എക്കാലത്തെയും വിജയ ചിത്രമാകാനുള്ള കുതിപ്പിലാണ്. ആടുജീവിതം ആഗോളതലത്തിൽ ആകെ 82 കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു നേട്ടം 6 ദിവസത്തിനുള്ളിലാണ് എന്നതും പ്രസക്തമാണ്. ആടുജീവിതത്തിനായി വരച്ച പൃഥ്വിരാജിന്റെ സ്കെച്ചുകളുടെ ചിത്രങ്ങൾ സേതു ശിവാനന്ദൻ പുറത്തുവിട്ടതാണ് ചർച്ചയാകുന്നത്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നോവൽ സിനിമയാക്കുകയായിരുന്നു ബ്ലസ്സി. നജീബായി പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയിൽ വേഷമിട്ടു. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു നടൻ പൃഥ്വിരാജിന്റേതാണ് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെട്ടത്. നജീബായി വിവിധ രൂപത്തിലെത്തേണ്ടുന്ന പൃഥ്വിരാജിന്റെ ചിത്രങ്ങളാണ് സേതു ശിവാനന്ദൻ നേരത്തെ ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലസ്സിയുടെ നിർദ്ദേശത്താൽ വരച്ചത്. ദുൽഖർ നായകനായ കുറുപ്പിന്റെ ലൈഫ് ടൈം കളക്ഷൻ ആടുജീവിതം മറികടക്കാനിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുണ്ട്. ദുൽഖറിന്റെ കുറുപ്പ് ആകെ 81 കോടി രൂപയായിരുന്നു നേടിയതെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റെക്കോർഡുകൾ പലതും പൃഥ്വിരാജിന്റെ ആടുജീവിതം സിനിമയ്ക്ക് മുന്നിൽ തകരുമെന്നാണ് റിപ്പോർട്ടുകൾ. പൃഥ്വിരാജിന് മലയാളത്തിന്റെ മേൽവിലാസമാകുന്ന വിജയമാണ് ചിത്രം സമ്മാനിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തിങ്കളാഴ്ച കേരളത്തിൽ ആടുജീവിതം 4.75 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് നേരത്തെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിൽ എക്കാലത്തെയും റെക്കോർഡുകളാണ് ഇതെന്ന് സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൃഥ്വിരാജ് നായകനായ ആടുജീവിതത്തിന്റെ ആദ്യ ആഴ്ചത്തെ കണക്കുകളും റെക്കോർഡാണെന്നാണ് റിപ്പോർട്ട്. മലയാളത്തിൽ നിന്ന് വേഗത്തിൽ 50 കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും ആടുജീവിതത്തിനാണെന്നത് ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്.